പെഹൽഗാമിൽ ഇന്ത്യക്ക് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ തകർന്നിട്ടുണ്ട്? റഫേൽ വിമാനം തകർന്നിട്ടുണ്ടോ? ഇത് ചോദിക്കുന്നത് പാകിസ്ഥാനല്ല, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി എപ്പോഴാണ് ഈ പാകിസ്ഥാന്റെ വക്താവായി മാറിയത്? രാഹുലിൻ്റെ ഈ നിലപാടുകൾ വളരെ ദുരൂഹതയുണർത്തുന്നു എന്നുള്ളത് സത്യമാണ്. രാഹുൽ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടിയല്ല സംസാരിക്കുന്നത്. നമുക്കറിയാം, ഈ സംഭവം ഉണ്ടായി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മുതൽ രാജ്യം ഒന്നടങ്കം ആദ്യം ഇതിൻ്റെ ആഘാതത്തിൽ നിന്ന്, ആ നടുക്കത്തിൽ നിന്ന് രാജ്യമൊന്ന് ഉണരാൻ ഒരല്പസമയമെടുത്തു. രക്ഷാപ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഏകോപിപ്പിച്ചത്. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങനെയായിരിക്കും. ഒരു വലിയ അപകടമുണ്ടാകുമ്പോൾ, ഒരു അത്യാഹിതം ഉണ്ടാകുമ്പോൾ ആ അത്യാഹിതത്തിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളായിരിക്കും നമ്മൾ ആദ്യം നടത്തുക. ആ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ടും ഇതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് കടന്നു, തുടർ നടപടികളിലേക്ക് കടന്നു. ആ നടപടികളിലേക്ക് കടന്നപ്പോൾ മുതൽ രാജ്യം ഒന്നടങ്കം കേന്ദ്ര സർക്കാരിനും നമ്മുടെ സൈന്യത്തിനുമൊക്കെ പിന്തുണയുമായിട്ട് രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മുടെ ശശി തരൂരിനെ പോലെയുള്ള നേതാക്കൾ അവർ തുടക്കം മുതൽ പറയുന്നു, ഈ വീഴ്ചയും കാര്യങ്ങളും ഒക്കെ നമുക്ക് പിന്നീട് അന്വേഷിക്കാം, അതൊക്കെ മാറ്റിവെക്കും. രാജ്യത്തെ പിന്തുണച്ച ശശി തരൂരിന് താക്കീതാണ്. അതെ, ഇപ്പോൾ നമ്മൾ എന്തിനു പറയുന്നു, CPM എല്ലാ കാലത്തും ചൈനയുടെ അഞ്ചാം പത്തി എന്നറിയപ്പെട്ടിരുന്ന CPM പോലും, അതിൻ്റെ ഔദ്യോഗിക വക്താക്കൾ പോലും, CPM നേതാക്കൾ പോലും ചാനൽ ചർച്ചയിലടക്കം മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകിയപ്പോൾ പോലും വളരെ അവധാനതയോടുകൂടി, വളരെ സൂക്ഷ്മതയോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്തു. വളരെ ശക്തമായിട്ട് അവർ ഇതിനെ അപലപിച്ചു. ഈ ഭീകരതയെ ഈ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കണം എന്നവർ ആവശ്യപ്പെട്ടു. ശശി തരൂരും അതുതന്നെയാണ് ചെയ്തത്. നമുക്ക് ഇൻ്റലിജൻസ് വീഴ്ചയൊക്കെ പിന്നീട് അന്വേഷിക്കാം, തീർച്ചയായിട്ടും അതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാരും അത് സമ്മതിച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് അന്വേഷിക്കാം. പക്ഷേ നമ്മൾ ആദ്യം ഈ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും ഇതിനെതിരെ ശക്തമായ തിരിച്ചടി നൽകുകയും വേണം. ഇതിന് കൃത്യമായിട്ട് ശിക്ഷിക്കണം. ആരാണോ ഇതിന് ഉത്തരവാദികൾ, ഇതിന് കാരണക്കാർ, അവരെ കണ്ടെത്തി ശിക്ഷിക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ ഒന്നാമത്തെ അജണ്ട അതായിരുന്നു. അവർ സൈന്യത്തിന് പരിപൂർണമായ അധികാരം നൽകി, അനുമതി നൽകി, നിങ്ങൾക്ക് എന്തും ചെയ്യാം, ആരും നിങ്ങളെ തടയാൻ വരില്ല, പക്ഷേ തിരിച്ചടി കൊടുത്തിരിക്കണം, ശിക്ഷിച്ചിരിക്കണം, അത് നിർബന്ധമാണ്. ഒരു സർക്കാരിന്, ഒരു ഭരണകൂടത്തിന് അതേ ചെയ്യാൻ കഴിയുള്ളൂ, അതാണ് ചെയ്യേണ്ടത്. അവർ അത് ചെയ്തു. ബാക്കി കാര്യങ്ങൾ സൈന്യമാണ് പ്രവർത്തിച്ചത്. അപ്പോൾ ഇവിടെയെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മുടെ മുഴുവൻ സംവിധാനങ്ങളും, രാജ്യത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും ഉണർന്ന് ദേശാഭിമാനത്തോടുകൂടി, ദേശസ്നേഹം അങ്ങേയറ്റം തുളുമ്പി നിൽക്കുന്ന വാക്കുകളും പ്രവൃത്തിയുമായിട്ട് സൈന്യത്തെ പിന്തുണച്ചു. പക്ഷേ ഏതാനും നമുക്കറിയാം, അന്ന് അതിനുശേഷം 15 ദിവസം കഴിഞ്ഞാണ്, ഏപ്രിൽ 22-ന് ഇത് സംഭവിക്കുന്നു. 15 ദിവസം കഴിഞ്ഞാണ് നമ്മൾ തിരിച്ചടി കൊടുക്കുന്നത്. ആ തിരിച്ചടി 72 മണിക്കൂർ നീണ്ടു നിന്നു. നമ്മളൊക്കെ ചർച്ച ചെയ്തു, 96 മണിക്കൂർ പിടിച്ചു നിൽക്കാനുള്ള ആയുധങ്ങൾ, പടക്കോപ്പുകൾ പാകിസ്ഥാൻ്റെ കൈവശമില്ല എന്നുള്ളത് നമ്മളൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ്. പക്ഷേ 72 മണിക്കൂർ കൊണ്ട് അത് അവസാനിച്ചു. 72ാമത്തെ മണിക്കൂറിൽ 70ാമത്തെ മണിക്കൂറായപ്പോൾ പാകിസ്ഥാൻ വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിനെ സമീപിച്ചു, വെടിനിർത്തണം എന്നാവശ്യപ്പെട്ടു. നമ്മൾ സമാധാനകാംക്ഷികളായതുകൊണ്ട് ആ അപേക്ഷ നമ്മൾ സ്വീകരിച്ചു. കാരണം ദുർബലൻ്റെ മേൽ കുതിര കയറാൻ പാടില്ല. ആ തത്വം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം എന്താണ്? തീർച്ചയായും അധികാരമോഹം മൂത്ത് അദ്ദേഹം രാജ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഫണ്ടിങ് എന്തെങ്കിലും ഉണ്ടോ? എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം ശ്രീജിത്ത് പറഞ്ഞതുപോലെ, ഈ അധികാരക്കൊതി മൂത്ത്, അധികാര ലഹരി മനുഷ്യനെ മത്തുപിടിപ്പിച്ച് ഭ്രാന്തമായൊരവസ്ഥയിലേക്ക്, ഒരു ഉന്മാദത്തിലേക്ക് എത്തിക്കും. ഈ രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഒരു ഉന്മാദം ഉണ്ടായിരിക്കുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എനിക്ക് പ്രതിപക്ഷ നേതാവ് സ്ഥാനം ലഭിച്ചതിന് പിന്നാലെ, പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം ലഭിച്ചത് മാത്രമല്ല, ഈ ഭാവി പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന ഒരാൾ, ആ സ്ഥാനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ പ്രതീക്ഷയോടെ, അമിത പ്രതീക്ഷയോടെ, അതിനുള്ള യോഗ്യതയുണ്ടോ? 3-4 തവണയായി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആ പദവി വേറെ ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. ഭാവി പ്രധാനമന്ത്രി അങ്ങനെ ഇരിക്കുന്ന ഒരാളിന് ആ സ്ഥാനം 3ാമത്തെ തെരഞ്ഞെടുപ്പിലും അത് നഷ്ടമായപ്പോൾ, വാസ്തവത്തിൽ 2009 ആകേണ്ടതായിരുന്നു,
അന്ന് കോൺഗ്രസ്സുകാർക്ക് എന്തോ നമ്മുടെ ഭാഗ്യവും സോണിയ കുടുംബത്തിൻ്റെ നിർഭാഗ്യവും കൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല. സംഭവിച്ചിരുന്നെങ്കിൽ 2014 മുമ്പ് തന്നെ ഈ രാജ്യം കുട്ടിച്ചോറാക്കിയേനെ. എന്തായാലും 2009 മുതൽ രാഹുൽ ഭാവി പ്രധാനമന്ത്രിയായിട്ട് പറഞ്ഞു കേൾക്കുകയാണ്. പക്ഷെ അതങ്ങനെ തന്നെ തുടരുന്നു, ഒരു മാറ്റവുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ രാഹുൽ ഈ അധികാരം കിട്ടാതെ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിലും സമ്പൂർണ്ണമായി പരാജയപ്പെട്ട് തകർന്ന് തരിപ്പണമായ കോൺഗ്രസ്, അതിനുശേഷം നടന്ന സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകൾ, അതിലും കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാണ്. ഹരിയാനയും മഹാരാഷ്ട്രയും ഒക്കെ നമ്മൾ കണ്ടു. ആകെ ഈ സോറൻ്റെ സംസ്ഥാനമാണ് ആകെ, അതും ഷിബു സോറൻ്റെ ഇതിൽ പിടിച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ തിരിച്ചടി നേരിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ ഒരു ഉന്മാദം രാഹുലിനെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സംശയം. എന്തായാലും ഇപ്പോൾ ശ്രീജിത്ത് രണ്ടാമത് ചോദിച്ചതുപോലെ ഇത് ഏതെങ്കിലും വിധത്തിൽ ശത്രുക്കളെ സഹായിക്കാനാണോ? അങ്ങനെ സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, വിദേശത്ത് പാകിസ്ഥാൻ ഇത് വലിയ രീതിയിലാണ് ആഘോഷിക്കുന്നത്. ഒന്നാതെ ഈ വലിയ രീതിയിൽ വിജയിച്ചെന്ന് പറഞ്ഞ് ഒരു കള്ള പ്രചരണം നടത്തി അവിടെ ലഡു കൊടുക്കുന്നു, പടക്കം വിതരണം ചെയ്യുന്നു, വലിയ യാത്രകൾ സംഘടിപ്പിക്കുന്നു. അതിനിടയിലാണ് ഈ രാഹുലിന്റെ ഇത്തരം രാജ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത്. അവർക്ക് ഒരു ബോണസ് പോയിന്റ് പോലെ അവർക്ക് ബോണസ് മാത്രമല്ല, അവർക്ക് ഇന്ധനം കൊടുക്കുകയാണ് രാഹുൽ ഇതിന്റെ വ്യാപ്തിയും ആഴവും മനസ്സിലാക്കുന്നില്ല, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, വിദേശത്ത് പോയി അമേരിക്കയിലും UK അതുപോലെ ചൈനയിലും ഒക്കെ പോയി രാഹുൽ എന്താണ് പറയുന്നത്? ഇന്ത്യക്ക് പുറത്തു പോകുമ്പോഴെങ്കിലും ഈ രാഹുൽ ആരാണ് താൻ എന്നുള്ള ഒരു സത്യം തിരിച്ചറിയണ്ടേ? ഒരു കാലത്ത് രാജ്യം ഭരിച്ച ഇപ്പോഴും ദേശീയ സ്വഭാവമുള്ള, രാജ്യത്തെവിടെയും പ്രവർത്തനമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് താൻ. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലാണ് ഇരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് തുല്യമായൊരു പദവിയാണത്. നമ്മളതിന് വലിയ അധികാരങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോഴും പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്യാനും തിരുത്താനും വിമർശിക്കാനും ഒക്കെയുള്ള അധികാരമുള്ള അത്ര മഹത്തരമായൊരു പദവിയാണ് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം. അത് ഒരുമാതിരി ഓടയിൽ വലിച്ചെറിയുന്നത് പോലെയാണ് രാഹുലിൻ്റെ പെരുമാറ്റം. വളരെ നിരുത്തരവാദപരമായ പ്രസ്താവനകൾ ഇറക്കുക, വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മുടെ സർക്കാരിനെ വിമർശിക്കാം, സർക്കാരിൻ്റെ വീഴ്ചകൾ പറഞ്ഞോട്ടെ, പക്ഷേ വിദേശ രാജ്യങ്ങളിൽ പോയി നിങ്ങൾ സഹായിക്കണം മോദിയെ താഴെ ഇറക്കാൻ എന്നാവശ്യപ്പെടുന്നത് എന്താണ്? ചാണക്യനീതിയിൽ ഒരു സൂത്രമുണ്ട്. ചാണക്യൻ പറയുന്നത്, ഒരു വിദേശിയുടെ മകൻ, ഒരു വിദേശ സ്ത്രീ പ്രസവിച്ച മകൻ ഒരിക്കലും അവൻ മാതൃരാജ്യത്തോട്. എന്തായാലും മറ്റൊരു കാര്യം കൂടെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ പാർട്ടിയിൽ ഒരു പിളർപ്പുണ്ടാകില്ലേ? പണ്ടെല്ലാം പാർട്ടി തുടങ്ങുമ്പോൾ തന്നെ ദേശീയവാദികളും അങ്ങനെ ഒരു പിളർപ്പുണ്ടായിട്ടുണ്ട്. അത് സമാനമായ ഒരു പിളർപ്പിലേക്ക് കോൺഗ്രസ് പോകും. ഇനി പിളരാൻ കോൺഗ്രസ് ബാക്കിയില്ല, അതാണ് സത്യം. കോൺഗ്രസ് വളരെയധികം ദുർബലപ്പെട്ടിരിക്കുന്നു. സംഘടനാപരമായിട്ട് പാർട്ടി തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഏതാനും സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ കേരളം, കർണാടക, അതുപോലെ തെലങ്കാന പോലെയുള്ള ചില സംസ്ഥാനങ്ങളിൽ ഒഴിച്ചാൽ ബാക്കിയുള്ള സ്ഥലത്ത് കോൺഗ്രസ്സിന് കുറേ ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ കോൺഗ്രസ് അവിടെയൊക്കെ സംഘടനാപരമായിട്ട് വലിയ ദുർബലമായിരിക്കുകയാണ്. കോൺഗ്രസ് വലിയ ആഘാതം കോൺഗ്രസ്സിനുണ്ടായിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഗുജറാത്ത് എന്താണ് അവസ്ഥ? രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, പല സ്ഥലത്തും ബീഹാർ, ഉത്തർപ്രദേശ്, തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് അവിടുത്തെ പ്രാദേശിക പാർട്ടികളുടെ നിഴൽ പോലുമല്ല. ഈ പ്രാദേശിക പാർട്ടികളുടെ ഔദാര്യം കൊണ്ട് ഏതാനും സീറ്റുകൾ ജയിക്കുന്നു. അത് ലോക്സഭയിലേക്കാണെങ്കിലും ശരി, സംസ്ഥാന നിയമസഭകളിലേക്കാണെങ്കിലും. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അവസാനമായി അധികാരത്തിൽ വന്നിട്ട് 20-30 വർഷം കഴിയുകയാണ്. തീർച്ചയായിട്ടും ഗുജറാത്തിലൊക്കെ കോൺഗ്രസ് 1/4 നൂറ്റാണ്ടിലധികമായിട്ട് അധികാരത്തിന് പുറത്താണ്. ഈ സത്യം തിരിച്ചറിയാതെയാണ് രാഹുൽ ഈ വിടുവായത്തനമെല്ലാം പറഞ്ഞു നടക്കുന്നത്. സത്യത്തിൽ അതുകൊണ്ട് തന്നെ രാഹുലിനെ ഈ വിദേശ രാജ്യങ്ങളുടെ ഒരു ചാരനായിട്ട് സംശയിച്ചാൽ പോലും ആൾക്കാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കൂറ് മാതൃരാജ്യത്തോടല്ല, മറ്റാരോടോ ആണ്.